ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നമ്മുടെ ഫിസിക്സിലെ ചാപ്റ്ററാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രോബ്ലംസും ഉണ്ട്, ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. എല്ലാവരും കാണുക, മുഴുവനായിട്ട് കാണുക, വീഡിയോ അവസാനം വരെ കാണുക. പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, dash is used to measure electrical potential difference between 2 points in an electrical circuit. Okay, അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? യെസ്, വോൾട്ട് മീറ്റർ ആണ് അല്ലേ? വോൾട്ട് മീറ്റർ ആണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ രണ്ട് പോയിന്റ്സിനിടയിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്യൂട്ട് കണ്ടെയ്ൻസ് two 1.5 volt batteries and a bulb with resistance 3 ohm. Calculate the current. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിൽ രണ്ട് ബാറ്ററീസ് ഉണ്ട്. അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 1.5 വോൾട്ടാണ് രണ്ട് ബാറ്ററിക്കും. ആ ബൾബ്, അതിനകത്തൊരു ബൾബുണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് 3 ഓമോ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് അറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, V is proportional to I ആണ് അല്ലേ? അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈനിന് പകരം നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു ഇവിടെ? റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ V is equal to RI എന്ന് വന്നു. അപ്പോൾ I ഇങ്ങനെ കണ്ടുപിടിക്കും, V by R, അതായത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഐ എന്താണ്? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് വോൾട്ടേജ് ഉണ്ട് അല്ലേ? രണ്ട് ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ 1.5 പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ 3 വോൾട്ട് ബൈ 3 ഓം എന്ന് വരും. അപ്പോൾ നമുക്ക് എത്ര കറണ്ട് അവിടെ കിട്ടുന്നത്? 1 ആംപിയർ കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ബാറ്ററീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുക്കുക, ടോട്ടൽ വോൾട്ടേജ് എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക ഇക്വേഷനിൽ. ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, 1 ആംപിയർ കറണ്ട് ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് യൂസ് ടു റെഗുലേറ്റ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ബൈ ചാർജിങ് റെസിസ്റ്റൻസ്. അപ്പോൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, അതായത് ഒരു സർക്യൂട്ടിലെ കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മളൊരു ഒരു കറണ്ട്, ഡാഷ് ഈസ് യൂസ് ടു റെഗുലേറ്റ് എ കറണ്ട് ഇൻ എ സർക്യൂട്ട് ബൈ ചാർജിങ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് ചാർജ് ചെയ്തുകൊണ്ട് ഒരു സർക്യൂട്ടിലെ കറണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? യെസ്, റിയോസ്റ്റാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിയോസ്റ്റാറ്റ് ആണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. റിയോസ്റ്റാറ്റ് ഇസ് യൂസ് ടു റെഗുലേറ്റ് കറണ്ട്. ഓക്കെ, ഒരു സർക്യൂട്ടിലെ കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നു, അത് ഓർത്തിരിക്കുക കേട്ടോ. Next question, what is the voltage of a circuit with 15 ampere of current and a toaster with 8 ohm of resistance? അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? 15 ആംപിയർ ആണ് കറണ്ട്. പിന്നെ അതിനകത്ത് ഉള്ള ആ കറണ്ട്, അതുപോലെ ടോസ്റ്റർ വിത്ത് റെസിസ്റ്റൻസ് എത്രയാണ്? 8 ഓം റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഉള്ള കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ഇക്വേഷൻ അറിയാമല്ലോ? വോൾട്ടേജ് എന്തായിരിക്കും? V is equal to RI ആണ്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 15 into 8 120 വോൾട്ടേജ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, next question, how many ohms of resistance must be present in a circuit that has 120 volt and current of 20 ampere? അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജും തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനൊക്കെ നമുക്കറിയാമല്ലോ, വോൾട്ടേജ് ഇസ് പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്. അപ്പോൾ V is equal to RI ആണ്. അപ്പോൾ അതിൽ നിന്ന് ഐയുടെ ഇക്വേഷൻ എന്താണ്? V by R ആണ്. അപ്പോൾ R എന്താണ്? ആറിനെ നമ്മൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? R is equal to V by I ആണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 120 by 20 ആംപിയർ കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 ഓം ആണ് അവിടുത്തെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ വോൾട്ടേജ് ഇസ് പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്. ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. അതായത് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ആർ ഐ. പിന്നെ അതിൽ നിന്ന് ബാക്കിയെല്ലാ ഇക്വേഷൻ, അതായത് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ബൈ ആർ ആണ്. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ. Next question, use the diagram and find how much current would be measured in circuit A and B if the bulb has resistance of 6 ohm. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സർക്യൂട്ട് എ ആണ്, ഇത് സർക്യൂട്ട് ബി ആണ് കേട്ടോ. അപ്പോൾ ഈ സർക്യൂട്ട് എയിൽ എന്താണ്, 6 വോൾട്ട് ബാറ്ററിയും പിന്നെ ഒരു ബൾബ് ഉണ്ട്. ബൾബിൻ്റെ റെസിസ്റ്റൻസ് 6 ഓം ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ സർക്യൂട്ടിൽ രണ്ട് ബാറ്ററീസ് ഉണ്ട്, രണ്ടിൻ്റെയും 6 വോൾട്ട് വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ ബൾബ് 6 ഓം റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ രണ്ട് സർക്യൂട്ടിലെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം സർക്യൂട്ട് എയിലെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 6 വോൾട്ട് ബൈ 6 എത്രയാണ്, 1 ആംപിയർ കറണ്ടാണ് സർക്യൂട്ട് എയിൽ ഫ്ലോ ചെയ്യുന്നത്. സെക്കൻഡ് സർക്യൂട്ടിൽ എന്താണ്, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, 12 ബൈ 6 വരും. ഓക്കെ, അപ്പോൾ 2 ആംപിയർ കറണ്ടാണ് രണ്ടാമത്തെ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് സർക്യൂട്ടിലെയും കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, ഒരു ഓപ്ഷനായിട്ട് ചിലപ്പോൾ തരാം, ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നതെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അപ്പോൾ ഏതാണ്, ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഏത് സർക്യൂട്ടിലെ കറണ്ടാണ്, ബൾബാണ് ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്, സർക്യൂട്ട് ബി ആണ്. ഓക്കെ, ബി സർക്യൂട്ടിലെ ബൾബായിരിക്കും നല്ല ബ്രൈറ്റർ ആയിട്ട് കത്തുന്നത്, കാരണം ഇറ്റ് ഹാസ് ഹയർ കറണ്ട്. ഓക്കെ, കൂടുതൽ കറണ്ട് ഏതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഈ ബി സർക്യൂട്ടിലൂടെയാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബൾബ്, അതായത് സർക്യൂട്ട് ബിയിലെ ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്. ഓക്കെ. Next question, the length of the resistance of a wire of length 20 meter is 4 ohm. If the area of cross section of the wire is 2 into 10 raised to minus 7 meter square, determine its resistivity, conductance, conductivity. അപ്പോൾ ഇത് മൂന്നെണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമിന് ഇത് മൂന്നും ചോദിക്കത്തില്ല, സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ മൂന്നും കണ്ടുപിടിക്കാം എന്ന് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് ലെങ്ത് 20 മീറ്റർ. അപ്പോൾ ആ വയറിൻ്റെ ലെങ്ത് 20 മീറ്റർ ആണ്, റെസിസ്റ്റൻസ് 4 ഓം ആണ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്, 2 into 10 raised to minus 7 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം നമ്മൾ ഇതാ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ ആണ് അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ്, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എൽ ലെങ്ത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. റോ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആർ എ ബൈ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ആണെന്ന് ഓർത്തിരിക്കുക. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ, അല്ലെങ്കിൽ ഒരു വയറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്, ഓർത്തിരിക്കുക. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ആണ്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 into 10 raised to minus 8 ഓം മീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓർത്തിരിക്കുക, ഓം മീറ്റർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി കണ്ടക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ 1/r ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആർ എത്രയാണ് തന്നിരിക്കുന്നത്, 4 ആണ്. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.25 mho ആണ് കേട്ടോ. അതായത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണെങ്കിൽ കണ്ടക്റ്റൻസ് എന്താണ്, മോ ആണ്. ഓക്കെ, അപ്പോൾ 0.25 mho എന്നാണ് കിട്ടുന്നത്. ഇനി കണ്ടക്ടിവിറ്റി നോക്കാം. കണ്ടക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മയാണ്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. അതാണ് 1/ρ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ 1/ρ. അപ്പോൾ റോ നമുക്ക് എത്ര കിട്ടി, 4 into 10 raised to minus 8 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ എത്രയാണ് വാല്യൂ കിട്ടിയ, 0.25 into 10 raised to minus 8 മോ ഇൻ മീറ്റർ ഇൻവേഴ്സ് എന്നാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്, ഓർത്തിരിക്കുക കേട്ടോ, മോ മീറ്റർ ഇൻവേഴ്സ്.
പിന്നെ ഇത് ഈ 10⁻⁻8 മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ +8 ആവും കേട്ടോ. അപ്പോൾ ഇവിടെ 10⁻8 ആണ് വരുന്നത്. അപ്പോൾ മോ മീറ്റർ ഇൻവേഴ്സ് എന്നാണ് നമ്മുടെ യൂണിറ്റ്, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which electric cell measures electric charge through electrolytic action? അപ്പോൾ ഒരു ഇലക്ട്രോളിറ്റിക് ആക്ഷനിലൂടെയുള്ള ഇലക്ട്രിക് ചാർജിനെ മെഷർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് സെല്ല് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വോൾട്ടാമീറ്റർ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, നൺ ഓഫ് ദ എബവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വോൾട്ടാമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇലക്ട്രിക് സെൽ വിച്ച് മെഷേഴ്സ് ഇലക്ട്രിക് ചാർജ് ത്രൂ ഇലക്ട്രോളിറ്റിക് ആക്ഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോളിറ്റിക് ആക്ഷനിലൂടെയുള്ള ഇലക്ട്രിക് ചാർജിനെ മെഷർ ചെയ്യുന്ന ഇലക്ട്രിക് സെൽ ഏതാണ്? വോൾട്ടാമീറ്റർ ആണ്. അപ്പോൾ ഈ വോൾട്ടാമീറ്റർ നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവർ വോൾട്ടാമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് ആണ് ഈ സിൽവർ വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഹോഫ്മാൻ വോൾട്ടാമീറ്റർ നമ്മൾ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നടത്താനായിട്ട് ഹോഫ്മാൻ വോൾട്ടാമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടാമീറ്റർ പൊതുവെ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഈ ഇലക്ട്രോളിറ്റിക് ആക്ഷൻസിലുള്ള ഇലക്ട്രിക് ചാർജിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് സെല്ലാണ് വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സിൽവർ വോൾട്ടാമീറ്ററും ഉണ്ട്, അതുപോലെ ഹോഫ്മാൻ വോൾട്ടാമീറ്ററും ഉണ്ട്. അപ്പോൾ ഹോഫ്മാൻ വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ അത് വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay. Next question, calculate the current and resistance of a 100 watt and 20 volt electric bulb in an electric circuit. Okay, for electric circuit ലുള്ള 100 watt ബൾബും അതിന് 200 വോൾട്ട് ആണ് അതിൻ്റെ വോൾട്ടേജ്. അപ്പോൾ അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, കറണ്ട് കണ്ടുപിടിക്കണം, അതുപോലെ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന പവറാണ്. പവർ എത്രയാണ്? 100 വാട്ടും വോൾട്ടേജ് 200 വോൾട്ടും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം, പവർ ബൈ വോൾട്ടേജ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 ആംപിയർ ആണ് കറണ്ട്. ഇനി റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റൻസ് അറിയാം, വോൾട്ടേജ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് 200 ആണ്, കറണ്ട് നമുക്കിപ്പോൾ കിട്ടി 0.5 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 ഓം ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവർ തന്നിട്ട് കറണ്ട് കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ ഓർത്തിരിക്കുക, പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അതിൽ നിന്ന് കറണ്ടിൻ്റെ ഇക്വേഷൻ, കറണ്ട് ഇസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഇത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a circuit diagram consists of 3 resistors R1, R2, R3 of 5 ohm, 10 ohm, 15 ohm are connected in parallel. Voltage is given as 10 volt and calculate the current in the second resistor. Okay, second resistorലെ കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 3 റെസിസ്റ്റേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ I1 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസിലെ കറണ്ട് ആക്കി എടുക്കുന്നു. അപ്പോൾ I1 ഇസ് ഈക്വൽ ടു എന്താണ്? V ബൈ R1 ആണ്. വി എത്രയാണ്? വോൾട്ടേജ് നമുക്ക് 10 ആണ് തന്നിരിക്കുന്നത്, അതുപോലെ ഫസ്റ്റ് റെസിസ്റ്റൻസിലെ റെസിസ്റ്റൻസ് എത്രയാണ്? 5 ഓം ആണ്. ഓക്കെ, അപ്പോൾ 10/5 2 ആംപിയർ എന്ന് കിട്ടും. സെക്കൻഡ് റെസിസ്റ്റൻസിലെ കറണ്ട് I2 എന്ന് നമ്മൾ എടുക്കുന്നു. സോ ദാറ്റ് ഇസ് 10/10. ഓക്കെ, വോൾട്ടേജും 10 ആണ്, റെസിസ്റ്റൻസും 10 ആണ്. സോ 10/10 ഇസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് കിട്ടും. തേർഡ് റെസിസ്റ്റൻസിലെ കറണ്ട് എന്താണ്? I3 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 10/15 എന്ന് കിട്ടുന്നത്. ഓക്കെ, 10/15 അതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 0.6 ആംപിയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും? അതിനെന്ത് ചെയ്യണം? I1 പ്ലസ് I2 പ്ലസ് I3 ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 + 1 + 0.6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3.6 ആംപിയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 3.6 ആംപിയർ കറണ്ട് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സർക്യൂട്ട് ഡയഗ്രാം ഇസ് ഗിവൺ ബിലോ, resistors R1, R2, R3 of 5 ohm, 10 ohm, 20 ohm are connected as shown in figure.
calculate the total resistance. Okay, total resistance ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ 3 റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 10 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം പാരലൽ ആയിട്ടാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3 ആണ് പാരലൽ സർക്യൂട്ട്. അത് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3. ഓർത്തിരിക്കുക. ഇനി സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. R1 plus R2 plus R3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പാരലൽ ആയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/R1 plus 1/R2 plus 1/R3. ദാറ്റ് മീൻസ് 1/5 plus 1/10 plus 1/20. അപ്പോൾ ഇത് ചെയ്യുക, LCM എടുക്കുക, നമുക്ക് ആൻസർ 7/20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/Rp ആണ് 7/20 എന്ന് പറയുന്നത്. അപ്പോൾ RP എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് തിരിച്ചിടും. ദാറ്റ് ഈസ് 20/7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 20/7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2.857 ഓം ആണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2.857 ഓം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the heat generated while transferring 2000 coulomb of charge in half an hour through a potential difference of 20 volt. Okay, അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന 2000 കുളൂം ചാർജ് ആണ്. ഓക്കെ, ഒരു 2000 കുളൂം ചാർജ് ആണ് ഒരു സർക്യൂട്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഹീറ്റ് ജനറേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഹാഫ് ആൻ അവർ ആണ്. 20 വോൾട്ട് ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ജൂൾസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജൂൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം H is directly proportional to I square RT ആണ്. ദാറ്റ് ഈസ് H is equal to I square RT ആണ്. ഇനി നമുക്ക് ഐക്ക്, അതായത് ഇപ്പോൾ നമ്മൾക്ക് ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കറണ്ടിന് പകരം ചിലപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രം തന്നിട്ട് നമ്മളോട് ചോദിക്കാം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എത്രയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് നമ്മുടെ ജൂൾസ് ലോയുടെ ഇക്വേഷൻ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താണ്? V is equal to IR ആണ്. അപ്പോൾ അതിൽ നിന്ന് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടുമല്ലോ. കറണ്ടിന്റെ റിലേഷൻ എന്താവും? I is equal to V by R എന്നാവും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ നമ്മുടെ ജൂൾസ് ലോയുടെ ഇക്വേഷൻ, അതായത് H is equal to I square RTയിൽ ഐയുടെ പൊസിഷനിൽ നമ്മൾ ഈ V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V square by R square എന്ന് കിട്ടും റിലേഷൻ. അപ്പോൾ ഇത് ക്യാൻസൽ ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? V square T by R ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് H is equal to V square T by R എന്ന് പറയുന്നത്. ഓക്കെ, H is equal to V square T by R. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V by I ആണ്. അപ്പോൾ നമ്മുടെ ജൂൾസ് ലോഡ് ഇക്വേഷനിൽ നമ്മുടെ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ ആറിന്റെ സ്ഥാനത്ത് V by I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാവും? H is equal to ഇവിടെ I ക്യാൻസൽ ഔട്ട് ആവും. അപ്പോൾ H is equal to IVT എന്ന് കിട്ടും. ഓക്കെ, H is equal to IVT എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ കറണ്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് എന്ന് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഈ ഇക്വേഷൻ H is equal to IVT. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമും മാത്രമേ തന്നിട്ടുള്ളൂ. ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഏത് ഇക്വേഷനാണ്? V square T by R. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്? എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി ആണ്. ബട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ചാർജ് ആണ്, അതായത് 2000 കുളൂം ചാർജ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. സോ എന്താവും? 2000 ബൈ ടൈം ഹാഫ് ആൻ അവർ ആണ്. അപ്പോൾ ഹാഫ് ആൻ അവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1800 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2000 ബൈ 1800 സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.11 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ അത്രയുമാണ് ആ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം. സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ എത്രയാണ്? 1.11 ആണ്. ഇൻറ്റു വോൾട്ടേജ് 20 ആണ്. ടൈം 1800 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 39,960 ജൂൾ എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷനും സ്പെഷ്യലായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, next question. Lenz devised a rule to find out the direction of dash. Okay, അപ്പോൾ ലെൻസ് ഒരു റൂൾ ആവിഷ്കരിച്ചു. ഡയറക്ഷൻ ഓഫ് ഡാഷ്, എന്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള റൂളാണ് ലെൻസ് ആവിഷ്കരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ, ഫ്ലോ ഓഫ് കറണ്ട് ആണോ, ഇലക്ട്രോമാഗ്നറ്റിക് ഡിഫറൻസ് ആണോ, കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ആണോ? ഏതാണ് ആൻസർ? യെസ്, കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്ന റൂളാണ് ലെൻസ് ആവിഷ്കരിച്ചത്. സോ ലെൻസ് ഡിവൈസ് എ റൂൾ ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ. അയണിൻ്റെ ക്യൂറി ടെമ്പറേച്ചർ എത്രയാണ്? ഓർത്തിരിക്കുക, 1043 കെൽവിൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1043 കെൽവിൻ ആണ് ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ. Next question. Calculate the resistivity of the material of a wire 1 meter long, 0.4 millimeter diameter and having a resistance of 2 ohm. അപ്പോൾ resistivity കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ എൽ ബൈ എ ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എൽ ബൈ എ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഏരിയ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ റെസിസ്റ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ആർ എ ബൈ എൽ. ഓക്കെ, അപ്പോൾ ആർ എ എന്താണ് ഇവിടെ? പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അവിടെ അതായത് ഒരു വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ എടുക്കുന്നത് സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് വാല്യൂസ് ഒക്കെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. പിന്നെ എന്താ? പൈ 3.14 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10⁻⁻6 ഹോൾ സ്ക്വയർ ബൈ 1 ആണ് ലെങ്ത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതാണ്. 2.512 ഇൻറ്റു 10⁻⁸ ഓം മീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, next question. The process of producing electric current through a variable magnetic field is called a dash. The process of producing electric current through a variable magnetic field. എന്താണ്? Yes, it is electromagnetic induction ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. When a conductor cuts magnetic field, an e.m.f is induced in the conductor. This is known as എന്താണ്? ഏത് ലോ ആണത്? ജൂൾസ് ലോ ആണോ, ഫാരഡേസ് ലോ ആണോ, കൂളംസ് ലോ ആണോ, ആംപിയേഴ്സ് ലോ ആണോ? It is Faraday's law. Okay, when a conductor cuts magnetic field, an e.m.f is induced in the conductor. It is Faraday's law. As per Faraday's laws of electromagnetic induction, an e.m.f is induced in a conductor whenever it lies parallel to the conductor, lies perpendicular to the conductor, cuts magnetic field, none of the above. ഏതാണ് ആൻസർ? cuts magnetic field ആണ്. Okay, as per Faraday's law of electromagnetic induction, an e.m.f is induced in a conductor whenever it cuts magnetic field. ഒരു magnetic fieldനെ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ e.m.f ഇൻഡ്യൂസ് ചെയ്യുന്നത് ഒരു കണ്ടക്ടറിൽ. ഓക്കെ,
Next question. The direction of induced electromotive force in a circuit is under the law of conservation of dash. എന്താണ് ഏത് law of conservation കീഴിലാണ് അത് വരുന്നത്? It is energy conservation ആണ്. Okay, energy conservation കീഴിലാണ് അത് വരുന്നത്. The direction of induced e.m.f in a circuit is under the law of conservation of energy. Okay. Select a diamagnetic material from the following. ഏതാണ് ഇതിലെ diamagnetic material? It is zinc. Okay, zinc ആണ് diamagnetic material from the following. Next question. Which one of the following is not ferromagnetic? അപ്പോൾ ferromagnetic അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ferromagnetic എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്ന, നല്ല സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ferromagnetic മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊബാൾട്ട്, അയൺ, നിക്കൽ എന്ന് പറയുന്നതൊക്കെ എന്താണ്? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് ആണ്. ദാറ്റ് മീൻസ് they are ferromagnetic materials. Cobalt, iron, nickel എല്ലാം എന്താണ്? Ferromagnetic material ആണ്. ബിസ്മത്ത് എന്ന് പറയുന്നത് ferromagnetic material അല്ല. അപ്പോൾ ഇവിടുത്തെ തെറ്റായ ആൻസർ ഏതാണ്? ബിസ്മത്ത് ആണ്. ഓക്കെ, അപ്പോൾ ബിസ്മത്ത് എന്ന് പറയുന്നത് എന്താണ്? ferromagnetic material അല്ല. പിന്നെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീബ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക്, മെർക്കുറി എല്ലാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അതുപോലെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് അലൂമിനിയം, കാൽഷ്യം, ക്രോമിയം, ലിഥിയം, മഗ്നീഷ്യം, പ്ലാറ്റിനം. അതൊക്കെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് അയൺ, കൊബാൾട്ട്, നിക്കൽ. ഓക്കെ, മറക്കരുത് കേട്ടോ. Which magnetic behavior is exhibited by the liquid? അപ്പോൾ ലിക്വിഡ് എക്സിബിറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ബിഹേവിയർ ഏതാണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. അപ്പോൾ ലിക്വിഡ്സ് പൊതുവെ എക്സിബിറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ബിഹേവിയർ ഡയാമാഗ്നറ്റിക് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഡയാമാഗ്നറ്റിസം. ഓക്കെ. ക്വസ്റ്റ്യൻ. എ പെർമനന്റ് മാഗ്നറ്റ് ഷുഡ് ഹാവ്. ഇപ്പോൾ പെർമനന്റ് മാഗ്നറ്റിന് ഉണ്ടായിരിക്കേണ്ട രണ്ട് ക്വാളിറ്റി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ലോ കോയസിവിറ്റി, ലോ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോയസിവിറ്റി, ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോയസിവിറ്റി, ലോ റിറ്റൻറ്റിവിറ്റി ആൻഡ് ലോ കോയസിവിറ്റി. ഏതാണ് ആൻസർ? ഒരു പെർമനന്റ് മാഗ്നറ്റിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോയസിവിറ്റി ആണ്. ഓക്കെ, ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോയസിവിറ്റി. ഇനി ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റ്, അതായത് ഇൻ ഓർഡർ ടു മേക്ക് എ ഗുഡ് പെർമനന്റ് മാഗ്നറ്റ്, ഒരു ഗുഡ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കണമെങ്കിൽ it should have high value of retentivity and high value of coercivity. Okay, അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഹൈ വാല്യൂ ഓഫ് റിറ്റൻറ്റിവിറ്റിയും വേണം, ഹൈ വാല്യൂ ഓഫ് കോയർസിവിറ്റിയും വേണം. ഓക്കെ, അപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്താണ്? Retentivity is the ability of a magnetic material by which the magnetic field remains in the material even after removing the source of external magnetic field. Okay, അപ്പോൾ ഒരു external magnetic field remove ചെയ്താലും ആ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിറ്റൻറ്റിവിറ്റി is the ability of the magnetic material by which the magnetic field remains in the material even after removing the source of the external magnetic field. Okay, ഇനി coercivity എന്താണെന്ന് നോക്കൂ. Coercivity or coercive force is the minimum amount of magnetic intensity needed to bring back the magnet in a state where the magnetic field is zero is known as coercivity. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിരുന്ന ആ ഒരു കേസിൽ നിന്നും ആ ഒരു മെറ്റീരിയൽ, ആ ഒരു മാഗ്നറ്റിനെ തിരിച്ച് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് വേണ്ട ഒരു മിനിമം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിനെയാണ് നമ്മൾ കോയർസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോയർസിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിരുന്ന ഒരു കേസിൽ നിന്നും ആ മാഗ്നറ്റിനെ തിരിച്ച് നമ്മൾക്ക്
അതിൻ്റെ ആ ഒരു മെയിൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിനെയാണ് നമ്മൾ കൊയർസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, കൊയർസിവിറ്റി ആൻഡ് റിറ്റൻറ്റിവിറ്റി. അപ്പോൾ കൊയർസിവിറ്റി എന്താണ്, റിറ്റൻറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ എ മെറ്റീരിയൽ വിത്ത് ഹൈ റിറ്റൻറ്റിവിറ്റി, ദാറ്റ് ഈസ് അയൺ, will keep some magnetic properties. It will become a permanent magnet, whereas a material with a low or no retentivity will not keep magnetic properties. Okay, അപ്പോൾ ഒരു റിറ്റൻറ്റിവിറ്റി ഹൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ കീപ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, എപ്പോഴും അവരൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കീപ്പ് ചെയ്യും. പക്ഷേ മെറ്റീരിയൽ വിത്ത് ലോ ഓർ നോ റിറ്റൻറ്റിവിറ്റി വിൽ നോട്ട് കീപ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എപ്പോഴും കീപ്പ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി coercivity is also called the magnetic coercivity or magnetic field or coercive force, is a measure of the ability of a ferromagnetic material to withstand an external magnetic field without becoming demagnetized. Okay, അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി, അതായത് ഡീമാഗ്നറ്റൈസ്ഡ് ആവാതെ, ഓക്കെ, ഒരു ഡീമാഗ്നറ്റൈസ്ഡ് ആവാതെ തന്നെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, കൊയർസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡൈനാമോ ഇഫക്റ്റ്? ഓക്കെ, ഡൈനാമോ ഇഫക്റ്റ് എന്താണ്? ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് നൗ thought to arise due to electrical currents produced by the convective motion of the metallic fluids in the outer core of the earth. This is known as dynamo effect. എന്താണ് അപ്പോൾ ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ കോറിലുള്ള മെറ്റാലിക് ഫ്ലൂയിഡ്സ്, ഓക്കെ, എർത്തിൻ്റെ ഔട്ടർ കോറിലുള്ള മെറ്റാലിക് ഫ്ലൂയിഡ്സിൻ്റെ കൺവെക്റ്റീവ് മോഷൻ, ഓക്കെ, അപ്പോൾ അവരിലുള്ള ആ ഒരു കൺവെക്റ്റീവ് മോഷൻ അവിടെ ഇലക്ട്രിക്കൽ കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് വൈദ്യുത പ്രവാഹം. ഓക്കെ, അപ്പോൾ കൺവെക്റ്റീവ് മോഷൻ എന്ന് വെച്ചാൽ സംവഹനമാണ്. ഓക്കെ, സംവഹനം കൊണ്ടുണ്ടാവുന്ന ആ ഒരു മോഷൻ, അപ്പോൾ അവിടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നുണ്ട്, അതായത് ഇലക്ട്രിക്കൽ കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ കറൻസ് കാരണം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു വരുന്നതായിട്ട് തോന്നുന്നു. ഓക്കെ, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉയർന്നു വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിനെയാണ് ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, which of the following material is used to make wire wound standard resistance? അപ്പോൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് മാംഗനിൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. മാംഗനിൻ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് മാംഗനിൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ തുടർച്ചയായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കാണുക. ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനലിൽ മോക്ക് ടെസ്റ്റുകൾ കുറേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം അടുക്കാറായി. അപ്പോൾ എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ഒന്ന് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. അതായത് ആദ്യം തൊട്ടേ നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചാപ്റ്റർ വൈസ് അല്ലാതെയും ചാപ്റ്റർ വൈസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ കാണുക, ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ഇംഗ്ലീഷിൻ്റെയോ അല്ലെങ്കിൽ മലയാളത്തിൻ്റെയോ മോക്ക് ടെസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, താങ്ക് യു.